മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്പർ റിലേഷൻ സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എക്സാമിനുണ്ട്. അപ്പോൾ അത് നമുക്കിടയിലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ, കുറച്ച് മനസ്സിലാക്കാനൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം പഠിക്കാനാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ടെൻഷനേ വേണ്ട, എക്സാമിന് ഷുവറായിട്ടും ചോദിക്കും. 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാനും പറ്റും. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യേണ്ട, ഫുള്ളായിട്ട് കണ്ടോളൂ. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം. ഓക്കെ, ചോദ്യം എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 9 and 3. അതായത് താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ 9 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കുന്ന നമ്പർ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൽ ഓരോ നമ്പർ എടുക്കുന്നു, 9 കൊണ്ട് ഹരിച്ചു നോക്കുന്നു, 3 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. സാധിക്കുമോ? എത്ര സമയം വേണം അല്ലേ? വേണ്ട, നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ആ ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓരോ സംഖ്യ എടുക്കുക, അതിൻ്റെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കാം. ആദ്യം 4 + 3 + 2 + 7 ചെയ്യാം. അപ്പം മുഴുവൻ കൂട്ടി നോക്കി എത്ര വരും? 4 3 7, 7 2 9, 9 7 16 കിട്ടി. അവിടെ നിന്നോട്ടെ. രണ്ടാമത്തെ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക. 3 + 5 + 2 + 0 = 8 2 10. ഇനി മൂന്നാമത്തതും അതേപോലെ തന്നെ തുക കണ്ടുപിടിക്കുക. 4 + 9 + 5 + 0. അപ്പോൾ എന്ത് വരും? 18 എന്ന് വരും. അതായത് 4 + 9 + 5 ചെയ്താൽ 18. ഇനി നാലാമത്തെ നമ്പർ 1 + 4 + 9 + 0. ഇവരെ കൂട്ടുമ്പോൾ എന്ത് വരും? 14 എന്ന് വരും. അപ്പോൾ നമുക്ക് തുക കിട്ടിയത് 16 ഉണ്ട്, 10 ഉണ്ട്, 18 ഉണ്ട്, 14 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. ഈ 4 നമ്പറിൽ ആരാണ് 9ൻ്റെയും 3ൻ്റെയും ഗുണിതമായിട്ട് വരുന്നത്? ഈ 4 നമ്പറിൽ ഒരാൾ 9ൻ്റെയും അതേപോലെ തന്നെ 3ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. 9ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ഒരാൾ ഈ 4 നമ്പറിൽ ഒരാളാണ്. ആരാത്? അത് നമ്മളുടെ 18 അല്ലേ? 18 എന്ന് പറയുന്ന നമ്പർ 9ൻ്റെയും 3ൻ്റെയും ഗുണിതമാണ്. അതിനർത്ഥം ഈ കാണിച്ചിരിക്കുന്ന നമ്പർ നമ്മളുടെ 4950 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ടും 9 കൊണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ കാര്യമുള്ളൂ. ഒരു സംഖ്യയെ 3 കൊണ്ടോ അല്ലെങ്കിൽ 9 കൊണ്ടോ ഹരിക്കണം എന്നുണ്ടെങ്കിൽ ഹരിച്ച് നോക്കാതെ ഹരിക്കാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക, അത് ഗുണിതമാണോ നോക്കുക, 9ൻ്റെ ഗുണിതമാണോ നോക്കുക, അല്ലെങ്കിൽ 3ൻ്റെ ഗുണിതമാണോ നോക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരുക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. 2175 2175 ഈ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ട് താഴത്ത് കമൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, അതായത് 2175നെ 9 കൊണ്ടോ 3 കൊണ്ടും ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? താഴത്ത് കമൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷവും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററൊക്കെ നമ്മുടെ ആപ്പിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങളോളം പഠിപ്പിച്ച് സെറ്റാക്കി അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ ബാച്ചിലെ മക്കളെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാം? ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം മക്കളെ. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 10% ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു സ്മാർട്ട് വാച്ചാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് മിസ് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് മുന്നേ പഠിച്ചു തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത വർഷത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ 7th നമുക്ക് 3 പ്ലാനുകളാണുള്ളത്. ബേസിക് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന 3 ബാച്ചുകളാണ്. ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും, അത് ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും, ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. കൂടാതെ
എന്തുകൂടെ വേണം നിങ്ങൾക്ക്, വരുന്ന പുതിയ പുതിയ ബാച്ചുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് ലോഞ്ച് ചെയ്യൂല്ലേ, എൻഡ് ഗെയിം ബാച്ച്, റിവിഷൻ ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബാച്ചിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആക്സസ് വേണം. ഏത് ബാച്ച് വന്നാലും ഞങ്ങൾക്ക് അതിൽ ആക്സസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റി എന്ന് പറയുന്ന നമ്മുടെ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇനി അതുമല്ല, നിങ്ങൾക്ക് എന്താണ് ഇപ്പം മുതലേ നീറ്റ് JEE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്കാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, ഓക്കെ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ എഴുതണം എന്ന് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റി പ്രോ ബാച്ചാണ്. ഓക്കെ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇപ്പം മുതലേ തന്നെ നിങ്ങൾക്ക് +2ലേക്ക് വേണ്ടത്, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങളെ പഠിപ്പിക്കുന്ന ബാച്ചാണ് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ ബാച്ച് എന്ന് പറയുന്നത്. അതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്ന പുതിയ ഫീച്ചർ കൂടെ വരും. അതിൽ നിങ്ങളെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ്, അടിപൊളിയാണ്. അപ്പോൾ ആരും തന്നെ ഈ ഒരു ഗോൾഡൻ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ആദ്യമേ ജോയിൻ ചെയ്യുക. ഇപ്പോഴുള്ള ഓഫറും കാര്യങ്ങളൊന്നും ഇനി അത്ര കാലം ഉണ്ടാവില്ല, 20ാം തീയതി വരെയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യേണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ആപ്പിൽ വെച്ചിട്ട് കാണാം.